ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓംലി ട്രെൻഡ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തണ്ണിമത്തനും അതുപോലെ തന്നെ സമാവും വെച്ചിട്ടുള്ള അടിപൊളി ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സമാമൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പീസ് എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് തണ്ണിമത്തനും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ജ്യൂസിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയുടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് പാലൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ പാൽ വെച്ചിട്ട് തന്നെയാണ് ഇത് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ബ്രദറിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ആൾ ഒരുപാട് വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് പെട്ടൊരു ജ്യൂസാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. പിന്നെ ഇത് അരിപ്പ് വെച്ചിട്ടൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉപയോഗിച്ചിട്ടുള്ളത് എണ്ണക്കോരിയാണ്. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിട്ടാണ് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മാറി കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ ജ്യൂസിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് തണ്ണിമത്തൻ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തണ്ണിമത്തൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസിൽ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ തണ്ണിമത്തൻ്റെ പീസിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കൂടെ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്തായതുകൊണ്ട്. അപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കസ്കസാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം കസ്കസ് ചേർത്ത് കൊടുക്കുക. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഈ ഒരു ജ്യൂസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഇതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ടു. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെ ചെയ്യുന്നതിന് പകരം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇതിനകത്ത് ഇങ്ങനെ കടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നും. അപ്പോൾ ഈ ചൂടുകാലത്താണെങ്കിലും വളരെ നല്ലൊരു ജ്യൂസ് തന്നെയാണ്. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.